എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +1 ബാച്ചിൻ്റെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ഫ്ലഹേർട്ടി ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ഒരു ചെറിയ കടൽക്കാക്കയുടെ കഥയാണ്. ആ കടൽക്കാക്കയ്ക്ക് പറക്കാൻ ഭയമായിരുന്നു. അവസാനം അവൻ്റെ അമ്മയും അച്ഛനും കൂടി അവനെ മോട്ടിവേറ്റ് ചെയ്ത്, പ്രത്യേകിച്ചും അമ്മ അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ പറക്കുന്നതാണ് ഈ കഥയിലൂടെ പറയുന്നത്. അപ്പം ഞാൻ +1 ഇംഗ്ലീഷ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇംഗ്ലീഷ് 3 കോഴ്സുകാർക്കും ഉണ്ട്. അതായത് സയൻസുകാർക്കും ഉണ്ട്, കൊമേഴ്സുകാർക്കും ഉണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്കും ഉണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഉണ്ട്. അപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിന് അത്ര ഇതായിട്ട് കാണില്ല. ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ചിരിക്കും. എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. +1 എത്തിയപ്പം അത് ഒട്ടും അറിയാതായിപ്പോയി. എനിക്ക് വായിക്കാൻ പോലും ഇപ്പം അറിയാതെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്. +1 ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് എനിക്ക് വളരെ മോശമായിരുന്നു. എനിക്ക് പഠിക്കാൻ പോലും പരീക്ഷയ്ക്ക് പറ്റിയിരുന്നില്ല. ഞാൻ മര്യാദയ്ക്ക് ടെക്സ്റ്റ് ഒരു തവണ പോലും വായിച്ച് നോക്കിയിട്ടില്ല. അപ്പം അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിക്കാതെ ഇംഗ്ലീഷ് എക്സാമിന് ആരും പോകരുത്. അത് വലിയ പ്രശ്നമാണ്. അപ്പം അതേപോലെ തന്നെ ഈ ഏതെങ്കിലും കവിതയുടെയോ കഥയുടെയോ ഒക്കെ മുകളിൽ ഇങ്ങനെ കുറച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അതൊക്കെ നമുക്ക് ഇതേ പറ്റി എന്തിനെ പറ്റിയുള്ളതാണ് ഈ കഥയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം ടെക്സ്റ്റ്, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് 2-3 പാർട്ടായിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇടുന്നത്. ഒറ്റ പാട്ട് തന്നെ ഇട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ 2-3 പാർട്ടായിട്ട് ഇടാം. പിന്നെ ലാസ്റ്റത്തെ പാർട്ടിൽ നമുക്കിതിൻ്റെ സമ്മറിയും കൂടി വെച്ച് ഈ ചാപ്റ്റർ തീർക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ഫ്ലഹേർട്ടി. The young seagull was alone on his sledge. His 2 brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. എന്താണ് പറയുന്നത്? ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിറ്റ് സ്ലെഡ്ജ്. ഈ ചിത്രം നിങ്ങൾ മനസ്സിലാക്കുക. ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ചെറിയ കടൽ കാക്ക പാറയുടെ തട്ടിന് മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ സഹോദരന്മാർ, അതായത് അവന് സഹോദരിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും നേരത്തെ അവിടെ നിന്നും പറന്നു പോയിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രേഡ് ടു ഫ്ലൈ വിത്ത് ദം. അവൻ അവരുടെ കൂടെ പറക്കാൻ ഭയപ്പെട്ടിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. പക്ഷേ പലതവണ അവൻ പറക്കാനായി ശ്രമിച്ചു. ഈ പാറയുടെ മുകളിലേക്ക്, ഈ തട്ടിലേക്ക് വന്ന് അവൻ പറക്കാനായി ചിറകുകൾ അടിച്ച് പറക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഭയം കാരണം അവന് പറക്കാനായി പറ്റിയില്ല. ദ ഗ്രേറ്റ് എക്സ്പെൻസ് ഓഫ് സീ സ്ട്രെച്ചഡ് ഡൗൺ ബിനീത്ത്. അതായത് ആ കടലിൻ്റെ ഗ്രേറ്റ് എക്സ്പെൻസ്, അതായത് ആ വിശാലമായ കടൽ കണ്ട് അവന് ഭയം തോന്നി. അതുമാത്രമല്ല, അവന് മനസ്സിലൊരു തോന്നലുണ്ടായി. അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു തോന്നൽ അവനുണ്ടായി. അതായത് അവൻ്റെ ചിറകുകൾ നേർത്തതാണ്, അതുകൊണ്ട് അവന് പറക്കാൻ പറ്റില്ല എന്നൊരു ഭയം അവനുള്ളിലുണ്ടായി. അതാണ് ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് പറയുന്നത്. When each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his sledge unless he flew away. But for the life of him he could not move. എന്താണ് പറയുന്നത്? അവൻ്റെ സഹോദരങ്ങളുടെ ചിറകുകൾ അവൻ്റേതിനേക്കാൾ ചെറുതായിരുന്നു. അവൻ്റെ അനിയൻ്റെയും സഹോദരൻ്റെയൊക്കെ ചിറകുകൾ അവൻ്റേതിനെക്കാട്ടും ചെറുതായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവൻ്റെ ചിറകുകൾ അവരെക്കാട്ടും വലുതായിരുന്നിട്ട് പോലും അവന് പറക്കാനായി സാധിച്ചില്ല. അവൻ പറക്കാത്തതിനാൽ അവൻ്റെ അച്ഛനും അമ്മയും അവനെ വഴക്ക് പറഞ്ഞു. ഫസ്റ്റൊക്കെ അവനെ മോട്ടിവേറ്റ് ചെയ്തു, കുറച്ചൊക്കെ മോട്ടിവേറ്റ് ചെയ്തു, പറക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ഒരു നിരാശയും ദേഷ്യവും വന്ന് അവനെ ഷ്രില്ലി, അതായത് നേർത്ത ശബ്ദത്തോടെ അവനെ സ്കോൾഡിങ് ഹിം, ത്രെറ്റനിങ്, ഭീഷണിപ്പെടുത്തി.
അല്ല അവനെ പറക്കാതിരുന്നതുകൊണ്ട് അവർ സ്കോൾഡ് ചെയ്തു അവനെ പറക്കാത്തത് കൊണ്ട്. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in a art of flying, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around raising a proud cackle, and all morning the whole family walked about on the big plateau midway down the opposite cliff, laughing at his cowardice. അതായത് എന്താണ് പറയുന്നത്, അതൊക്കെ സംഭവിച്ചത് അവൻ്റെ അച്ഛനും അമ്മയും വഴക്കൊക്കെ പറഞ്ഞത് കഴിഞ്ഞ് 24 മണിക്കൂറിന് മുമ്പായിരുന്നു അതൊക്കെ സംഭവിച്ചതെന്ന്. അതിനുശേഷം ആരും അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങളെ പറപ്പിക്കുന്നതും, അതായത് പറക്കാൻ എങ്ങനെയാണ് പറക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതും അതൊക്കെ നോക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ പേടിയെ, അവൻ്റെ പറക്കാനുള്ള ഭയത്തെ അവൻ്റെ സഹോദരിമാരും അച്ഛനും അമ്മയും എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. അതേസമയത്ത് തന്നെ അവൻ്റെ സഹോദരൻ അവൻ്റെ ആദ്യത്തെ ഫിഷിനെ, ഹെറിങ്, അതായത് ഹെറിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മത്സ്യത്തെ പിടിക്കുകയും ആർത്തിയോടെ അതിനെ കഴിക്കുന്നതൊക്കെ കണ്ട് അവൻ സങ്കടപ്പെട്ടിരുന്നു. അവൻ്റെ സഹോദരങ്ങൾ പറക്കുന്നത് കണ്ട് അവൻ സങ്കടപ്പെട്ടിരുന്നു. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്.